ഹേ ഓൾ ഇംഗ്ലീഷ് ലാബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇംഗ്ലീഷിലെ ഫസ്റ്റ് സെമ്മിലെ ഫിലിം സ്റ്റഡീസിലെ മിസ് ആൻഡ് സീൻ എന്ന് പറയുന്ന പാർട്ടാണ്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മിസ് ആൻഡ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് വേർഡായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിങ് ഓർ പ്ലേസ്ഡ് ഓൺ ദ സ്റ്റേജ്, അതായത് ഒരു സ്റ്റേജിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ. ബേസിക്കലി ഇത് തിയേറ്ററുകളിലായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്, നാടകങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി. അതിന് ശേഷമാണ് സിനിമയിലോട്ട് വരുന്നത്. സിനിമയിൽ വരുമ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെറ്റിങ്ങിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ലൈറ്റിങ്ങിൻ്റെയും ലാൻഡ്സ്കേപ്പിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. അതായത് അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു സീൻ കാണുമ്പോൾ നമ്മളതിൽ ക്യാരക്ടേഴ്സിനെ കാണും, അവരുടെ കോസ്റ്റ്യൂംസ് കാണും, ലൈറ്റിംഗ് കാണും, മേക്കപ്പ് കാണും, ബാക്ക്ഗ്രൗണ്ട് കാണും. ഇതിനെല്ലാം ടോട്ടലി പറയുന്ന ഒരു സംഭവമാണ് മീസ് ആൻഡ് സീൻ എന്ന് പറയുന്നത്. ഒരു മൂവിയുടെ മീസ് ആൻഡ് സീനാണ് ആ മൂവിയുടെ ഇമോഷൻസ്, അതിനകത്ത് കോൺട്രഡിക്ഷൻസ്, അത് കൺവേ ചെയ്യുന്ന ഐഡിയാസ് എല്ലാം കാണിക്കുന്നത്. മീസ് ആൻഡ് സീനിന് സിനിമയിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാലഘട്ടത്തിൽ, ശബ്ദമില്ലാത്തിരുന്ന കാലഘട്ടത്തിൽ മീസ് ആൻഡ് സീൻ വഴിയാണ് ആ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും പ്രേക്ഷകർക്ക് അറിയാൻ പറ്റിയിരുന്നത്. ഉദാഹരണത്തിന് ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി എന്ന് പറയുന്നൊരു ജർമ്മൻ മൂവിയുണ്ട്. അതിൽ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതിൽ ഈ സീൻസ് വഴിയാണ് അതിൻ്റെ ഹൊററും സംഭവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. സോ ബേസിക്കലി മീസ് ആൻഡ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിനകത്തോ ഒരു സിനിമയ്ക്കകത്തോ ഉണ്ടാകുന്ന ഫുള്ള് സെറ്റിങ്സ്. ഇനി ഇതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്താണെന്ന് പറയാം. മീസ് ആൻഡ് സീനിൻ്റെ ഫസ്റ്റ് ഘടകമാണ് സെറ്റിംഗ്. സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു കഥ നടക്കുന്ന സ്ഥലം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ടൈം ഫ്രെയിം, ഇതിനെല്ലാം കൂടെ ചേർത്താണ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഒരു സീനിൻ്റെ സെറ്റിംഗ് ആണ് അതിൻ്റെ മൂഡും നെറേറ്റീവും എല്ലാം പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുന്നത്. സെറ്റിങ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ, ആടുജീവിതം മൂവി മരുഭൂമിയിലല്ലാതെ അന്റാർട്ടിക്കയെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ കഥ തന്നെ മാറിപ്പോകുന്നില്ലേ? സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം. അടുത്തതായി വരുന്നതാണ് കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ്, അതിനും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പീരിയോഡിക്കൽ സിനിമ, പഴശ്ശിരാജയ്ക്കകത്ത് പഴശ്ശിരാജ കോട്ട് സ്യൂട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സോ കഥയുടെ ആ ഒരു ഫ്ലോ കൊണ്ടുപോകുന്നത് തന്നെ കോസ്റ്റ്യൂം എന്ന് പറയുന്ന സംഭവമാണ്. കോസ്റ്റ്യൂംസ്, ഡ്രസ്സസ്, ഹെയർ സ്റ്റൈല്, മേക്കപ്പ്, ഇതൊക്കെയാണ് ഒരു ക്യാരക്ടറിന് അതിൻ്റെ വ്യക്തിത്വം കൊടുക്കുന്നത്. സോ ഈ കോസ്റ്റ്യൂം എന്ന് പറയുന്നതിനകത്ത് തന്നെയാണ് ഈ ഹെയർ സ്റ്റൈല്, ഡ്രസ്സസ്, മേക്കപ്പ് സംഭവങ്ങളെല്ലാം വരുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് അല്ലാതെ സീനിൽ വരുന്ന എല്ലാം പ്രോപ്പർട്ടികളാണ്. ഒരു നായകൻ നടന്നു പോകുമ്പോൾ സൈഡിൽ കാണുന്ന വീട് ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഇരിക്കുന്ന കസേര, അതിൻ്റെ ബാക്ക് വരുന്ന ബുക്ക് ഷെൽഫ്, അങ്ങനെ സീനിനകത്ത് സബ്ജക്ട്സ് അല്ലാതെ വരുന്ന എല്ലാ സാധനങ്ങളും പ്രോപ്പർട്ടിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് തോർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന ഹാമർ. തോറിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് ആദ്യം വരുന്നത്? പുള്ളിക്കാരൻ്റെ ഹാമർ അല്ലേ? അതൊരു വലിയ പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയൊക്കെ സിനിമാറ്റോഗ്രാഫിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില ക്യാരക്ടേഴ്സിൻ്റെ കയ്യിലുള്ള പേന, സിഗരറ്റ്സ്, ഇതൊക്കെ ആ സിനിമയുടെ ഫ്ലോയെ തന്നെ നല്ലോട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രോപ്സ് ഉപയോഗിച്ചാണ് ഒരു ക്യാരക്ടറിൻ്റെ സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് ഒക്യുപ്പേഷണൽ സ്റ്റാറ്റസ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ ക്യാരക്ടറിൻ്റെ പവറിനെ സിംബോളിക്കായിട്ട് സിഗ്നിഫൈ ചെയ്യുന്നതും ഈ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചിട്ടാണ്. മീസ് ആൻഡ് സീനിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ലൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു സീനിനകത്ത് ഉപയോഗിക്കുന്ന ലൈറ്റിനെയാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. മെയിൻലി ലാംപ്സും അതുപോലെ തന്നെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സസും വെച്ചാണ് ലൈറ്റിംഗ് കൊടുക്കുന്നത്. 3 പോയിൻറ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ക്ലാസിക്കൽ ഹോളിവുഡ് മൂവീസിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ലൈറ്റാണ് ഉണ്ടാകുന്നത്. 3 പോയിൻറ്റ് ലൈറ്റിംഗ് മെയിനായിട്ട് 3 ടൈപ്പ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്: കീ ലൈറ്റ്, ഫിൽ ലൈറ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. ഇതിൽ കീ ലൈറ്റാണ് നമ്മുടെ സബ്ജക്റ്റിന് ലൈറ്റ് കൊടുക്കുന്നത്. ഫിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഷാഡോസിനെ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഫിൽ ലൈറ്റ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇലുമിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നത്. ബ്ലൈക്ക് എഡ്വാർഡ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ടിഫനീസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സിനിമയാണ്. ഇതാണ് 3 പോയിൻറ്റ് ലൈറ്റിങ്ങിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഇത് നല്ല രീതിയിൽ ലൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു ക്ലാസിക്കൽ ഹോളിവുഡ് ഫിലിമാണ്. അതുകൊണ്ട് തന്നെ റീസെൻറ്റ് മൂവീസ് നോക്കുകയാണെങ്കിൽ ലൈറ്റിംഗ് ഏറ്റവും നല്ലോട്ട് ഉപയോഗിച്ചേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൽക്കി എന്ന് പറയുന്ന മൂവിയിലാണ്. അതിൽ കൃഷ്ണൻ വരുന്ന ഒരു സീനി സബ്ജക്റ്റിനെ ഡാർക്കാക്കി ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ആക്കി വളരെ ഫെൻറ്റാസ്റ്റിക് ആയിട്ടാണ് അവരതിൽ ലൈറ്റിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മിസ് ആൻഡ് സീനിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ ഒന്നാണ് ലൈറ്റിംഗ്. സോ ഇത്രയും ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ് മീസ് ആൻഡ് സീൻ എന്ന് പറയുന്നത്. ഒരു ഫ്രഞ്ച് വേർഡാണ്, സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഒരു സീനിനകത്ത് വരുന്ന കോസ്റ്റ്യൂംസ്, പ്രോപ്പർട്ടികൾ, സെറ്റിങ്സ്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് മീസ് ആൻഡ് സീൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്
യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്നതാണ്. സോ എല്ലാവരും നല്ലതായിട്ട് തന്നെ ഇത് പഠിക്കുക.